എൻ്റെ വീടിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത്. ഭയങ്കര കാടും ഒരു ഫോറസ്റ്റ് കണക്കായിരുന്നു കിടന്നത്. അപ്പോൾ ഇത് പറയുന്ന മുമ്പ് എൻ്റെ ബ്ലോഗ് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പം JCB കൊണ്ടുവന്ന് എല്ലാം അടിപൊളിയായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കുറച്ച് വർക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താ പറയുക, അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫാമിലിയും കൂടെ ഇതൊന്ന് കാണിക്കാം. JCB എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ചാൽ JCB വിളിച്ച് ചെയ്യിപ്പിക്കുന്ന ഞാൻ എന്തുകൊണ്ട് നല്ലത്. കാരണം വെച്ചാൽ അവർ വൃത്തിയായിട്ട് ക്ലിയറായിട്ട് ചെയ്ത് തരും. അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരാണ് JCB ക്ലീൻ ചെയ്തപ്പോൾ. എനിക്ക് JCB ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വേറൊന്നുമല്ല, അവർ ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് വരും, ഒരു ഫിനിഷിങ് പോയിൻ്റ് വരും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഉന്മേഷവും സന്തോഷവും ഒക്കെയാണ് മനസ്സിൽ വരുന്നത്. എനിക്ക് ഈ പഠിക്കുന്ന കാലം തൊട്ടേ JCB ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. അപ്പം അത് വിടും, അതിലൊക്കെ നമുക്ക് പിന്നെ വരാം. അപ്പം എൻ്റെ വീട്ടിൻ്റെ ബാക്ക് വശം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൻ്റെ ബാക്ക് വശം വൃത്തിയാക്കി ക്ലിയറാക്കി. ഈ ഒറിജിനൽ നമ്മൾ ഒരു കാട്ടിൽ നമ്മളിങ്ങനെ പോയങ്ങനെ ഉണ്ടായിരിക്കും, അതേ ഒരു ഫീലായിരുന്നു ഇവിടെ. അപ്പം ഇവിടെ വന്ന് JCB വന്ന് എല്ലാം ക്ലീൻ ചെയ്ത് എന്തൊക്കെയോ അവിടെ ഉണ്ടോ അതെല്ലാം തുടച്ചെടുത്ത് എന്നൊക്കെ പറയത്തില്ല, ആ ലെവല് സ്ഥാനം ചെയ്തു. നല്ല എന്താ പറയുക, അപ്പുറത്തെ സൈഡ് എന്തോ ഒരു ബിൽഡിങ് വരാൻ പോകും. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് വൃത്തിയാക്കുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ട്. അപ്പം നിങ്ങൾ വീട്ടിലെങ്ങാനും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, കമൻറ്റ് ബോക്സിൽ. എന്താ രസം, നമുക്കിതൊക്കെ കാണുമ്പോൾ നമുക്കാണ് വല്ലാത്തൊരു ഫീലാണ് വരുന്നത്, മനസ്സിൽ സന്തോഷവും സമാധാനവും കുളിർമയൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ ഫാമിലി ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എടുത്തൊരു ബ്ലോഗാണ്, ഒരു ചെറിയ ബ്ലോഗ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഓക്കെ. ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് ഓരോ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്ന വല്ലാത്തൊരു സന്തോഷം. പക്ഷേ എൻ്റെ മനസ്സിൽ വേറൊരു ചോദ്യം കൂടെ വന്നു. വേറൊന്നുമല്ല, ഇത് വൃത്തിയാക്കി ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കുമ്പം അവരുടെ മനസ്സിൽ സന്തോഷം, അവർക്ക് ഒരു ദിവസത്തെ വരുമാനമോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ സാലറിയോ, അതുകൊണ്ട് അവർ ഹാപ്പി. നമ്മൾ നാടിനെ നമ്മൾ എപ്പോഴും സേഫായിട്ട് സൂക്ഷിക്കണം, വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ കാണാറുണ്ട്, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ നമ്മൾ വീട്ടിൻ്റെ ബാക്കും ഫ്രണ്ടും സൈഡൊക്കെ നമ്മൾ ഭയങ്കര ക്ലിയറായിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് കളി ഉണ്ടാകത്തില്ല, പനി വരത്തില്ല, മറ്റുള്ള അസുഖമൊന്നും വരത്തില്ല. വീട് അലങ്കോലപ്പെട്ട് കിടക്കുമ്പോഴാണ് നമുക്ക് ഓരോരോ അസുഖങ്ങളൊക്കെ വരുന്നത്. എനിക്ക് അങ്ങനത്തെ കുറേ അനുഭവങ്ങളുണ്ട്. എൻ്റെ ഫാമിലി മെമ്പേഴ്സിലായാലും എൻ്റെ ഫ്രണ്ട്ഷിപ്പിനകത്തായാലും അവരൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ സംഭവിക്കുന്നു. വീട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, കാടാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പം എല്ലാവരും അവരവരുടെ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് നല്ല സംഭവം കണ്ടപ്പോൾ നിങ്ങളെയാണ് എക്സ്പെഷ്യലി ഓർത്തത്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. അപ്പോൾ നല്ലൊരു ബ്ലോഗല്ല, നല്ല വ്യൂ ഉള്ള സംഭവമല്ലേ. ഇതെപ്പോഴും എല്ലായിടത്തും കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ കൂടെ ആലോചിക്കണം. അപ്പം എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായി, കാണുന്നതും വ്ളോഗ് എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. എന്താ, ചെത്തി വൃത്തിയാക്കി പരിസരബോധമെന്ന് പറയും പണ്ട് ഉള്ള ആൾക്കാർ. പരിസരബോധമെന്ന് പറയും. ആ പരിസരബോധം ഇല്ലെങ്കിൽ നമുക്കൊരു നമ്മളെ ശരീരത്തും നമ്മുടെ മനസ്സിലൊരു വൃത്തിയാകത്തില്ല. നമ്മളെ പരിസരത്ത് നല്ല വൃത്തിയാണെങ്കിൽ മാത്രമേ നമ്മളെ മനസ്സിലും നല്ല ശുദ്ധമാകത്തുള്ളൂ. എന്താണെന്ന് പറയുക, എൻ്റെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കൊല്ലം ആശ്രാമത്താണ് ഞാൻ താമസിക്കുന്നത്. ആൾക്കാരുടെ മനസ്സാണ് ശുദ്ധമാകുന്നത്, അല്ലാതെ അവരുടെ ചിന്തകളോ പ്രവൃത്തികളോ ഒന്നുമല്ല. ചിന്തിക്കുന്നതിനകത്തും കാര്യമുണ്ട്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഇത്രയുള്ള ഗൈസ് എൻ്റെ ബ്ലോഗ്. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഞാൻ എൻ്റെ
ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിർത്തുന്ന വേറെ ഒന്നും കണ്ടല്ല, അധികം പറയാനൊന്നുമില്ല, നിങ്ങളായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ വീടും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീടും പരിസരവും നമ്മളാണ് സേഫായിട്ട് സൂക്ഷിക്കേണ്ടത്. മറ്റാർക്കും അത് പറ്റത്തില്ല, നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എനിക്ക് നിർത്തണമെന്നുണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളത്തെ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കണമെന്ന് ഒരാഗ്രഹം വന്നു. എൻ്റെ ബ്ലോഗ്സ് കാണുന്നതും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എൻ്റെ സബ്സ്ക്രൈബേഴ്സും അല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോലെ ഭയങ്കര കാടായിരുന്നു. പക്ഷേ പോച്ചയും ഒരു ഫോറസ്റ്റാണ്, സത്യം പറഞ്ഞൊരു ഫോറസ്റ്റാണ്. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ കണക്കാം. അപ്പോൾ അത് അവർ വൃത്തിയാക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനമുണ്ട്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എന്താ പറയുക, പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഉമ്മയുടെ ഫേസ് റിവീൽ ചെയ്യാൻ ഉമ്മക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് കാണിച്ചില്ല. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഫേസ് കാണിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾക്കത് കാണിക്കുന്നത് മോശമല്ലേ? ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളത് ചെയ്യുന്ന ഭയങ്കര റോങ് ആയിട്ടുള്ള പരിപാടി. മറിച്ച് അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. നിങ്ങളെ കാണാനും സംസാരിക്കാനും എൻ്റെ ബ്ലോഗിലും എല്ലാം എൻ്റെ ഉമ്മ ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ബ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ മൈ ഡിയർ ഫാമിലി, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ഒരു സത്യം ഞാനൊരു സത്യം പറയട്ടെ, നമ്മളെല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കണമെന്നാണ്. പുറത്തോട്ടൊക്കെ പോയി മറ്റ് ഉള്ള അസുഖങ്ങളൊന്ന് വരുത്തി വെക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ വീട്ടിൽ തന്നിരുന്ന് നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു സിനിമയ്ക്കോ ഒരു ടീ കുടിക്കാനോ ഫുഡ് കഴിക്കാനൊക്കെ പോകണം. നമ്മൾ വീട് വല്ലാത്തൊരു വൈബാണ്. പുറത്തോട്ടൊക്കെ പോയി കുറച്ച് ടയർഡ് വരുമ്പോൾ നമുക്ക് സമാധാനം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഹോം കുറച്ച് വൃത്തികേടായി കിടന്നാൽ നമുക്കാണ് അതിൻ്റെ നെഗറ്റീവ് അടിക്കുന്നത്. അപ്പം എല്ലാവരും പുറത്തൊക്കെ പോവുക, ഫുഡ് കഴിക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് വിചാരിച്ചല്ല, പക്ഷേ എൻ്റെ കയ്യിൽ നിന്നുണ്ടാവുന്ന നല്ല നല്ല മെസ്സേജസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത് നല്ലതല്ലേ? അങ്ങനെ ഞാൻ ചെയ്തു തന്നതാണ് ഉള്ളതാണ്. ഓക്കെ.